ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള ദൈവമക്കളെ, ദൃശ്യമാധ്യമത്തിലൂടെ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളിലേക്ക് അറിയിക്കുക എന്നുള്ള ദൗത്യം ഈ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് നാം ശീലിക്കുകയും അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ അത് അനേകർക്ക് സന്തോഷവും താല്പര്യമായതുകൊണ്ട് നിർത്താതെ അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ദൈവത്തിൻ്റെ അതിരറ്റ കരുണയാൽ നമ്മുടെ സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രം കീഴിലുള്ള ഈ ദൈവിക പ്രസ്ഥാനത്തിലൂടെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ഈ ലോകത്ത് സഭയിൽ അനേകരുടെ ആത്മീയ ഉണർവിന് വേണ്ടി, ജീവിത വിശുദ്ധിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക എന്ന ദൈവവചനം അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷ നിറവേറ്റുമ്പോൾ നിങ്ങളേവരുടെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും എൻ്റെ മുന്നിലും പിന്നിലും തന്നുകൊണ്ടിരിക്കുന്ന ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ഇനിയും നിങ്ങൾ അപ്രകാരം നിർലോഭമായി നമ്മുടെ സെൻറ്റ് തോമസ് ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ദൈവകരുണയാൽ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും അതെല്ലാം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. തിരുവചനാഗ്നി എന്ന ആ വേദവചന ശുശ്രൂഷയുടെ ഭക്തി അതൊരു തുടർച്ചയായ ശുശ്രൂഷയായി നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം പേര് നിർത്താതെ തങ്ങൾക്കത് കേൾക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ശുശ്രൂഷ ഇപ്പോഴേ തുടരുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ തിരുവചനാഗ്നി എന്ന ഭക്തിയിൽ ചേർന്ന് വചനം തരുന്നത് എത്രയും ബഹുമാനമുണ്ട് പാലക്കുന്നേൽ ബാബു അച്ഛനാണ്. യുവ വൈദികരുടെ ഇടയിൽ ദൈവാത്മ നിറവോടെ എല്ലാ ശുശ്രൂഷകളും ചെയ്തു വരുന്ന അനുഗ്രഹീത വൈദികനാകുന്നുവല്ലോ ബഹുമാനപ്പെട്ട പാലക്കുന്നേൽ ബാബു അച്ഛൻ. അച്ഛനെ നമുക്ക് സുപരിചിതനാണ്. അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് ദൈവം തന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അച്ഛനുള്ളതായ സ്നേഹ ബഹുമാനങ്ങൾ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിലെ അച്ഛനെ സ്വാഗതം പ്രത്യേകം പറയുന്നത് അനൗചിത്യമാണ്. അച്ഛനെ അത്യന്തം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അച്ഛനോട് അച്ഛൻ്റെ വിലയേറിയ സമയം ഇതിന് തന്നതിനായി നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിനെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വിശുദ്ധ വേദത്തിലിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 112 സങ്കീർത്തനം. ബാറക്കുമോർ. കർത്താവിനെ ഭയപ്പെട്ട് തൻ്റെ കൽപ്പനകളിൽ താല്പര്യമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ശക്തിപ്പെട്ടിരിക്കും. നീതിമാന്മാരുടെ തലമുറയിൽ അവൻ അനുഗ്രഹിക്കപ്പെടും. സമ്പത്തും ഐശ്വര്യവും അവൻ്റെ ഭവനത്തിൽ വർദ്ധിക്കും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. നേരുള്ളവർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. താൻ നീതിമാന്മാരെ അനുഗ്രഹിക്കും. ദയ തോന്നി കടം കൊടുക്കുകയും വ്യവഹാരത്തിൽ തൻ്റെ കാര്യം സഹിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നല്ലവനാകുന്നു. അവൻ ഒരിക്കലും ഇളകുകയില്ല. നീതിമാന് എന്നേക്ക് സ്മരണയുണ്ടാകും. അവൻ ദുഷ്കേവിയെ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായി ആശ്രയിച്ചിരിക്കുന്നു. അവൻ തൻ്റെ ശത്രുക്കളെ കാണുവോളം തൻ്റെ ഹൃദയം ഉറപ്പിച്ച് ഭയപ്പെടാതിരിക്കുന്നു. അവൻ ദരിദ്രന്മാർക്ക് ധാരാളമായി കൊടുത്തു. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. അവൻ്റെ കൊമ്പ് മഹത്വത്തോടെ വീഴുകയും ചെയ്യും. ദുഷ്ടൻ കണ്ട് കോപിക്കും. അവൻ തൻ്റെ പല്ല് കടിച്ചു മാഞ്ഞു പോവുകയും ദുഷ്ടന്മാരുടെ ആഗ്രഹം നശിക്കുകയും ചെയ്യും. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. യഹോവ സഹായം
പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമ്മെ സഹായിക്കുന്ന കർത്താവിനെ വീണ്ടും നമുക്ക് ആരാധിക്കാം. അവനെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഏകനായി നിന്യനായി പരദേശിയാ, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, ഏകനായി നിന്യനായി പരദേശിയായി, നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്ത വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായും മാറിടുന്ന കർത്താവിന്റെ ആ ദിവസത്തിൽ എന്റെ കർത്താവേ, ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായും മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായും മാറിടും ദിനം വരും. അന്നു പാടും ദൂതൻ മധ്യേ ആർത്തുപാട് ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതൻ മധ്യേ ആർത്തുപാട് ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ കീഴിലം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി ശുശ്രൂഷയിൽ ഒരു വട്ടം കൂടി യേശുക്രിസ്തുവിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. കൈസരിയിലെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ശതാധിപൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. പത്രോസിനെ വിളിച്ചത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരമായിരുന്നു. പത്രോസ് അവിടെ കടന്നു എന്നതും
ദൈവാത്മാവ് പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. അവിടെ കടന്ന ഒത്തിരി ആളുകൾ, വിജാതീയരുൾപ്പെടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. പത്രോസിൻ്റെ കൂടെ കുറേ വിശ്വാസികളും ചെന്നിട്ടുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, അവിടെ പത്രോസ് എന്താണ് പ്രസംഗിച്ചത്? മറ്റൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ചും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കുമെന്നുള്ളതായ ആ സുവിശേഷം പത്രോസ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വചനം കേട്ട ഒരാളുടെ മേലല്ല, എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് മാനസാന്തരമുണ്ടായി. അയ്യോ, ഈ പത്രോസ് പ്രസംഗിക്കുന്ന ആ ക്രിസ്തുവിനെയാണല്ലോ ഞങ്ങൾ പീഡിപ്പിച്ചത്, കൊല്ലാൻ കൂട്ടുനിന്നത്, വേദനിപ്പിച്ചത്. ഇതെല്ലാം അവർക്ക് ആ ബോധ്യമുണ്ടായപ്പോൾ അവർക്കൊരു മാനസാന്തരമുണ്ടായി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇത് കണ്ടതായ ഈ പത്രോസിൻ്റെ കൂടെ വന്നവരായ വിശ്വാസികൾ പറയുകയാണ്, എന്തൊരു അത്ഭുതമാണ്! പരിശുദ്ധാത്മാവ് വിജാതീയരുടെ മേൽ പോലും പ്രവർത്തിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. സ്നേഹിക്കപ്പെട്ടവരെ, ഓരോ സുവിശേഷയോഗവും അനുഗ്രഹപ്രദമാകണമെങ്കിൽ, അത് കേൾക്കുന്നവർക്ക്, കാണുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ, കേൾക്കുന്നവർ ഓരോരുത്തരും ഹൃദയം തകർന്ന് ഹൃദയം നുറങ്ങി എൻ്റെ യേശുവേ എന്ന് വിളിക്കണമെങ്കിൽ ആ ശുശ്രൂഷയിലെല്ലാം പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഇതാ വീണ്ടും ഒരു പെന്തിക്കോസ്തി പെരുന്നാൾ കൂടി കടന്നുപോയി. ദൈവത്തിന് സ്തുതി. പെന്തിക്കോസ്തി ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിച്ചവരാണല്ലോ നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ദൈവമേ, ഈ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ വ്യാപാരം ഉണ്ടാകുവാനായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വാസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വാസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വാസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വാസിക്കാൻ വരണേ. ഓ പിതാവാം ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്തതായ പരിശുദ്ധാത്മാവ്, സഹായകനായ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം തരുന്നതായ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുമാറാകണമേ. നിന്റെ അഭിഷിക്തനെ ബലപ്പെടുത്തണമേ. ദൈവമേ, വചനം കേൾക്കുന്ന ഓരോ മക്കളും പത്രോസ് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ ദൂരത്തും ചാരത്തിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ എല്ലാം വചനം കേൾക്കുന്ന ഓരോ മക്കളും അവരാരായിരുന്നാലും ദൈവമേ, എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിച്ച് ഇന്ന് ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഹൃദയം തകർന്ന് വിശ്വാസത്തോടെ എൻ്റെ യേശുവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ദൈവമേ, അവിടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും മനസ്തന്ത്രങ്ങളും ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകലവിശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്, കൊച്ചുവാക്യമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് അറിയാം, യേശുക്രിസ്തുവിൻ്റെ ആദ്യ പ്രസംഗം, ഗിരിപ്രഭാഷണം, മലപ്രസംഗം എല്ലാം അറിയപ്പെടുന്നുണ്ട്. അതിൽ കർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും വാക്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു കൊച്ചു വാക്യം മാത്രമാണ് എടുക്കുന്നത്, 5-4. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അത് POC ബൈബിളിൽ പ്രകാരമാണ്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ഈ ഒരു വചനഭാഗം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്ത് ധ്യാനിക്കുമ്പോൾ 3 കാര്യങ്ങൾ
പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ ലോകത്തിൽ പാപം പെരുകുന്നു കാണുമ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടാമതായി, അവനവൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ. മൂന്നാമതായി, അവനവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ. ഈ മൂന്ന് ചിന്തകൾ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഒന്നാമതായി, ലോകത്തിൽ പാപം പെരുകുന്നു കണ്ട് കരയുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ആരെങ്കിലുമൊക്കെ കരയുവാൻ തയ്യാറായാൽ അവരുടെ കരച്ചിൽ കണ്ട് അനേകം ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ദൈവമക്കൾ കരയുമ്പോൾ അവരുടെ നിലവിളി ദൈവം തമ്പുരാൻ കേൾക്കും. ആ നിലവിളി ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നതാണ്. ഈ ലോകത്തിൽ പാപം പെരുകുന്നു കാണുമ്പോൾ അത് കണ്ട് നമ്മൾ പരിഹസിക്കാതെ, ദൈവമക്കളാകുന്ന നാം എല്ലാവരും ഈ ലോകത്തിൻ്റെ പാപം മാറുവാനായി, മ്ലേച്ഛത മാറുവാനായി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പഴയ നിയമത്തിൽ ഒരു വാക്യം വായിച്ചു കേൾക്കാം. പഴയ നിയമത്തിൽ ഹോശയ്യ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദൈവവുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഫോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. മതി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിന് മുമ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഹോശയ്യ പ്രവാചകൻ ഇത് എഴുതി വെച്ചത്. ഇപ്പോൾ നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ ഒന്നും നോക്കേണ്ട, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ളതായ ഈ കൊച്ചു നാട്ടിലേക്ക് നോക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ സഭകളും പള്ളികളും ധ്യാനകേന്ദ്രങ്ങളും സുവിശേഷ യോഗങ്ങളും കൂട്ടായ്മകളുള്ളതായ നമ്മുടെ നാട്ടിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഈ നാളുകളിൽ അതിക്രമങ്ങൾ ഏറി വരുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏറി വരുന്നു, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറി വരികയാണ്, കൊലപാതകങ്ങൾ ഏറി വരികയാണ്, കുടുംബ കലഹങ്ങൾ ഏറി വരികയാണ്, വിവാഹമോചനങ്ങൾ ഏറി വരികയാണ്, പോക്സോ കേസുകൾ ഏറി വരികയാണ്, അതിക്രമങ്ങൾ ഏറി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളോട് ഒരു വഴക്കുണ്ടാവുക സ്വാഭാവികമാണ്. ആ വഴക്ക് വേണമെങ്കിൽ അത് വാക്കുതർക്കത്തിൽ വരാം, അല്ലെങ്കിൽ അത് അടിപിടിയിൽ കലാശിക്കാം, അതിനുമപ്പുറത്ത് ഒരു കത്തിക്കുത്തുണ്ടാകാം, കൊലപാതകം ഉണ്ടാകാം. ഇതെല്ലാം ആ വ്യക്തികൾ തമ്മിലുള്ളതായ ആ വഴക്കിനെ തുടർന്നുണ്ടാകുന്ന സ്വാഭാവിക പരിണാമങ്ങളാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? നമുക്ക് ഒന്ന് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുകയാണ്. ആ വ്യക്തിക്ക് എന്നെ പരിചയമില്ല, അല്ലെങ്കിൽ നമുക്ക് അയാളെ പരിചയമില്ല, അയാളുമായിട്ട് യാതൊരു വഴക്കുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ, ആ നടന്നു പോകുന്ന വ്യക്തിയെ ആ റോഡിൽ ചെന്നിട്ട് അവന് 2 അടി കൊടുക്കുവാനായിട്ട് നമുക്കാർക്കെങ്കിലും സാധിക്കുമോ? ആർക്കുമാകില്ല. കാരണം നമുക്ക് അയാളുടെ യാതൊരു ദേഷ്യവുമില്ല. പിന്നെ എന്തിനാ അയാൾ അടിക്കുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച എന്താണ്? ഒരിക്കൽ പോലും മുൻ പരിചയമില്ലാത്തതായ, യാതൊരു വഴക്കുമില്ലാത്തതായ ആളുകളെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി അവനെ അടി കൊടുക്കുക അല്ല, അവൻ്റെ കൈ വെട്ടുക, കാല് വെട്ടുക, കഴുത്ത് മുറിച്ചെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ദേഷ്യമുണ്ടായിട്ടല്ല, പിന്നെയോ ഇത്തിരി പൈസ കിട്ടുമെന്നുള്ളതായ ഒറ്റ കാരണം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നത് ആഴമായി ചിന്തിക്കും മനസ്സിലാവുകയാണ്. ഇത്തിരി പൈസ കിട്ടുമെന്നുള്ളതായ ഒറ്റ കാരണം കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതായ, ആ കൊട്ടേഷൻ പരിപാടി ചെയ്യുന്നതായ ആ ആളുകളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യാവസ്ഥ എങ്ങനെയാണ് ഒരാളെ, യാതൊരു വൈരാഗ്യവുമില്ലാത്ത ഒരാളെ തല്ലാനോ കൊല്ലാനോ കൈവെട്ടാനോ കാലുവെട്ടാനോ കഴുത്തു വെട്ടുവാനോ എങ്ങനെ ഒരു മനുഷ്യനെ സാധിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഇതാ അനേകം ആളുകളുടെ ഹൃദയം കഠിനഹൃദയമായി മാറുകയാണ്. സ്വത്ത് തർക്കത്തിന് വേണ്ടി മകളെ കൊച്ചുമക്കളെ കൊല്ലുന്നതായ അപ്പന്മാരുടെ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പുരുഷന്മാരോട് പോകുന്ന ഭാര്യമാരുടെ ഒരു കാലഘട്ടം. അതുപോലെ തിരിച്ചും
അതുപോലെ കഞ്ചാവും ഹാൻസും പാൻപരാഗും മദ്യവും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിക്കുന്നതായ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അക്രമങ്ങളും അനീതികളും കൂടി വരുന്നു. തന്നെയുമല്ല, പോക്സോ കേസുകളുടെ എണ്ണം കൂടി വരികയാണ്. പോക്സോ കോടതികളുടെ എണ്ണം കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ. എന്താണ് പോക്സോ കേസ് എന്ന് പറയുന്നത്? 18 വയസ്സിൽ താഴെയുള്ളതായ പ്രായപൂർത്തിയാകാത്തതായ കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നവർക്ക് എതിരെ എടുക്കുന്ന കേസാണ് പോക്സോ കേസ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് കേസുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പോക്സോ കോടതികളുടെ എണ്ണം തികയുന്നില്ല. പുതുതായിട്ട് പോക്സോ കോടതികൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം സംഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിത് പറഞ്ഞ് പരിഹസിക്കുകയല്ല, കുറ്റം വിധിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കാണുമ്പോൾ ഇതിനെല്ലാം എതിരായിട്ട് നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യപരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെയുള്ള തിന്മകൾക്കെതിരായി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തും. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആളുകളെല്ലാം ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഹല്ലേലൂയ. തന്നെയുമല്ല പ്രിയപ്പെട്ടവരെ, 2-2.5 വർഷക്കാലം കോവിഡിൻ്റെ കാലമായിരുന്നു. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് പിശാചിൻ്റെ പദ്ധതികളാണ്. കാരണം പള്ളികൾ അടഞ്ഞുപോയി, ആരാധനയില്ലാതെ പോയി, സുവിശേഷ യോഗങ്ങളും ധ്യാനകേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങളില്ലാതെ പോയി. ഈ കാലഘട്ടത്തിൽ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെയെല്ലാം നിരീശ്വരവാദം അതിശക്തമായി വ്യാപരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അനേകം ചെറുപ്പക്കാർ അതിൻ്റെ എല്ലാം പിന്നാലെയാണ്. അതിൻ്റെ എല്ലാം പഠിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു ദൈവവുമില്ല എന്നുള്ളതാണ് പഠിപ്പിക്കൽ. തന്നെയുമല്ല, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് അച്ഛന്മാരും സിസ്റ്റേഴ്സും സുവിശേഷകരുമെല്ലാം ഉപദേശിമാർ പ്രസംഗിക്കുന്നുണ്ട്. അതെല്ലാം തട്ടിപ്പാണ് എന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നു സ്വർഗവും നരകവും എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് സ്വർഗമാക്കാം. എങ്ങനെയാണ്? കഞ്ചാവടിക്കാം, ഹാൻസ് അടിക്കാം, കള്ളുപിടിക്കാം, ഇഷ്ടം പോലെ ജീവിക്കാം. അതൊക്കെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ കാര്യമില്ല എന്ന് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പോരാ, അവർ പറയുന്ന കാര്യമുണ്ട്, എന്തിനാണ് അവനവൻ്റെ മതത്തിൽപ്പെട്ടയാൾ കല്യാണം കഴിക്കുന്നത്? അത് ഒരു തട്ടിപ്പല്ലേ? പള്ളികൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ചോദ്യം അതാണ്. അല്ല, എന്തിനാണ് ഈ കല്യാണം പള്ളിയിൽ നടത്തുന്നത്? രജിസ്റ്റർ ഓഫീസ് നടത്തിയ പോരെ? അല്ല, അതും ആവശ്യമില്ലല്ലോ. എന്തിനാണ് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം നടത്തുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടമുള്ള വ്യക്തിയുടെ കൂടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിരീശ്വരവാദികൾ ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, അനേകം യുവതി-യുവാക്കൾ, അനേകം ചെറുപ്പക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ, കോവിഡ് എല്ലാം മാറിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എന്നാൽ പള്ളികളിലേക്ക് നോക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണാനില്ല. സുവിശേഷ യോഗങ്ങളിലേക്ക് ഒട്ടും വരാറില്ല. എന്തുകൊണ്ടാണ്? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നിരീശ്വരവാദത്തിൻ്റെ പിടിയിലായിരിക്കുകയാണ്. ഇത് നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ അക്രമങ്ങളിലേക്ക്, അനീതിയിലേക്ക് പോകുന്നത്? കാരണം എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുക്രിസ്തു പറഞ്ഞു വെച്ചു. വിശുദ്ധ മത്തായി സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്നതായ സദൂക്യര് ചില സംശയങ്ങൾ യേശുതമ്പുരാനെ ചോദിച്ചപ്പോൾ യേശുതമ്പുരാൻ പറഞ്ഞ മറുപടി, ഒറ്റവാക്കിൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ? എന്താണ് ഇതിൻ്റെ കാരണം? ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ആളുകളൊക്കെ തെറ്റിപ്പോകാൻ കാരണം ദൈവശക്തിയെക്കുറിച്ച് അറിയുന്നില്ല, ദൈവം ആരാണെന്നറിയില്ല. പോരാ, ഇത് ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തിരുവെഴുത്തുകളെക്കുറിച്ച് പഠിക്കുവാൻ കേൾക്കുവാനും താല്പര്യമില്ല. അപ്പോൾ ദൈവവചനം കേട്ടവരായ, പ്രസംഗിക്കുന്നവരായ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും സുവിശേഷം പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളികളിലും ധ്യാനകേന്ദ്രങ്ങളിലും എല്ലാം ഇനിയുള്ള കാലങ്ങളിൽ സുവിശേഷം അതിശക്തമായി പ്രഘോഷിക്കപ്പെട്ടേ മതിയാകൂ. സുവിശേഷയോഗങ്ങൾ ഉണ്ടായേ മതിയാകൂ. ഇല്ല എങ്കിൽ നമ്മുടെ പുതിയ തലമുറ
പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാതെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ വിപത്തിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കുവാനുള്ളതായ കാര്യങ്ങൾ ദൈവമക്കൾ ചെയ്യണം. ഒപ്പം തന്നെയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഈജിപ്ഷ്യൻ മരുഭൂമികളിലാണ് ആദ്യമായി സന്യാസ സഭ രൂപീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഇതുള്ളതായ ഒരു പ്രത്യേകതരം സന്യാസിനി സഭയുടെ പേരാണ് വിലപിക്കുന്നവരുടെ സന്യാസിനി സഭ. ഒരു കൂട്ടം പാവപ്പെട്ട സിസ്റ്റർമാർ 24 മണിക്കൂറും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലോകം മുഴുവനും വേണ്ടി. ലോകത്തിൽ പാപം പെരുകുന്നു കണ്ടുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട സിസ്റ്റേഴ്സ്. നമുക്കൊരു വാക്യം വായിക്കാം. നെഹമ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. നെഹമ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ജെറുസലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകരിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. മതി. പ്രിയപ്പെട്ടവരെ, യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, യെരുശലേം ദേവാലയത്തിന്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകരിക്കപ്പെട്ടുമെന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ നെഹമ്യാ പ്രവാചകൻ സങ്കടത്തോടെ നിലത്തിരുന്ന് കരയുകയാണ്. അനേക ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ആലയം നശിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പ്രവാചകന് കരച്ചിലടക്കുവാൻ സാധിച്ചില്ല. അവനിതാ ദൈവസന്നദ്ധിയിൽ അയ്യം വിളിച്ച് നിലവിളിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സുവിശേഷം കേട്ടവരായ, ദൈവത്തെ അറിഞ്ഞവരായ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരായ ഞാൻ നിങ്ങളുമെല്ലാം ഇനിയുള്ള കാലങ്ങളിൽ നെഹമ്യാ പ്രവാചകനെ പോലെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ടോ തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? അതാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 2:19 രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ വെള്ളം ഹൃദയം പോലെ ദൈവസന്നദ്ധിയിൽ പകരുക, വീതിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തടന്നു വീഴുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് നോക്കി കൈമലർത്തുക നെഹമ്യാ പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഒരു 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റെങ്കിലും, ഒരു 2 മിനിറ്റെങ്കിലും ഈ ലോകം മുഴുവനും വേണ്ടി, നമ്മുടെ യുവജനതയ്ക്ക് വേണ്ടി ഒന്ന് മുട്ടുമടക്കി കണ്ണനിലൂടെ പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തീരുമാനമെടുക്കും? ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പേരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനങ്ങനെ ഉറങ്ങും. സ്നേഹമുള്ളവരെ, ദൈവസ്നേഹം അനുഭവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതും, ഓരോരുത്തരെയും നമ്മൾ പരിചയമുള്ളവരെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക്, സുവിശേഷ യോഗങ്ങളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതുമാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മൾ ലോകത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ നിലവിളി കണ്ടുകൊണ്ട് അനേകം ആളുകളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളും. ഹല്ലേലൂയ. രണ്ടാമതായി, അവനവൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് പാപമോചനം ലഭിക്കും, സ്വർഗരാജ്യം ലഭിക്കും. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വായിക്കാം. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച്
മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. സ്നേഹമുള്ളവരെ, 2 വട്ടം കൊരിന്ത്യ സഭയിലേക്ക് പൗലോസ് കടന്നു ചെന്നു. അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. അനേകം പേര് മാനസാന്തരപ്പെട്ടു. പിന്നീട് ചെറിയൊരു ഇടവേളയുണ്ടായി. ആ ഇടവേള കഴിഞ്ഞ് 3-ാം വട്ടവും അങ്ങോട്ട് കടന്നു ചെല്ലുവാനായിട്ട് പൗലോസ് ആഗ്രഹിക്കുമ്പോൾ ഒരു ലേഖനം എഴുതുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വട്ടം അവിടെ കടന്നു വന്ന് ഞാൻ വചനം പ്രഘോഷിച്ചതാണ്, ഒത്തിരി സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചതാണ്, കൂട്ടായ്മ ആദരിച്ചവരാണ്, ഒത്തിരി പേര് മാനസാന്തരപ്പെട്ടു. പക്ഷേ ഇടവേള വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, മാനസാന്തരപ്പെട്ട അനേകം ആളുകൾ വീണ്ടും പുറകോട്ട് പോയോ എന്ന്. മാനസാന്തരപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞ് ശരിയാണ്. പക്ഷേ ഇപ്പോൾ കുശുകുശുപ്പുണ്ടോ, ഏഷണിയുണ്ടോ, വൈരാഗ്യമുണ്ടോ, കലഹമുണ്ടോ, പിണക്കമുണ്ടോ? ഇത് കൂടാതെ അവനവൻ ചെയ്യുന്നതായ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാത്ത, ഇനിയും മാനസാന്തരപ്പെടാത്ത അനേകർ ഇനിയും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പൗലോസ്ലീഹ അവരോട് പറയുക. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട് കേട്ടോ. എന്താ, 2-2.5 കൊല്ലം മുമ്പ്, കോവിഡിന് മുമ്പ് എന്തോരം സുവിശേഷ യോഗങ്ങളായിരുന്നു, എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ എത്രയോ ധ്യാനങ്ങൾ നടന്നു, എത്രയോ പേര് മാനസാന്തരപ്പെട്ടവരാ. പക്ഷേ 2-2.5 വർഷക്കാലം ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ബൈബിൾ വായിക്കാറില്ല, പ്രാർത്ഥന മുടങ്ങിപ്പോയി, സുവിശേഷ യോഗങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരുന്ന പോലും പലരും പ്രയോജനപ്പെടുത്തിയില്ല. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ എല്ലാം ദുരുപയോഗം മൂലം ഒത്തിരി ആളുകൾ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയി. ഒപ്പം തന്നെ വഴക്കും പിണക്കവും വാശിയും വൈരാഗ്യവും എല്ലാം ഉണ്ടായി. ഇതെല്ലാമായി മുന്നോട്ട് പോകുമ്പോഴും ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതായ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് അഭിമാനിക്കുന്ന നമ്മളിൽ പലരും ഇപ്പോഴും അനുദപിക്കാതെ ഇനിയും മാനസാന്തരപ്പെടാത്ത ആളുകളുടെ എണ്ണത്തിൽ നമ്മളിൽ പലരുമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് മാറണം. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, നിത്യജീവന്റെ വില മനസ്സിലാക്കിയവരാണ്. എപ്പോഴാണ് മരിച്ചു മാറ്റപ്പെടുന്ന അറിയില്ല, എപ്പോഴാണ് യേശുക്രിസ്തു 2ാമത് എഴുന്നള്ളി വരെ നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 61-ാമത്തെ വാക്യത്തിൽ യേശുതമ്പുരാൻ ഒരു നോട്ടം നോക്കിയപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി. ഇന്ന് കോഴി കൂവുമ്പോൾ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശു തന്നോട് പറഞ്ഞ വാക്കോർത്ത്, താൻ ചെയ്ത കുറ്റമോർത്ത്, യേശുവിനെ തള്ളിപ്പറഞ്ഞതോർത്ത് അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ഈ നാളുകളിൽ ഈ 2-2.5 വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അതോ പിശാചിൻ്റെ കരം പിടിച്ചുകൊണ്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് ഓർത്തുകൊണ്ട് അനുതാപത്തോടെ ദൈവസന്നദ്ധിയിൽ ഒന്ന് ഏറ്റുപറയുവാൻ, പരിശുദ്ധ കുമ്പസാരം നടത്തുവാൻ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട്? എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സുവിശേഷ യോഗം കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. അവനവൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് ദൈവത്തിൽ കരയുന്നവരായി നാം മാറണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് സാധിക്കും? നമ്മളാരും തികഞ്ഞവരല്ലല്ലോ. എന്നിലുള്ളതായ കുറ്റങ്ങളും കുറവുകളും അവനവൻ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് അത് ദൈവസന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ്, അത് വലിയ തെറ്റാകണമെന്നില്ല, ചെറിയ തെറ്റാണെങ്കിൽ പോലും ആ ദൈവസന്നദ്ധിയിൽ ദൈവമേ തെറ്റുപറ്റിപ്പോയിട്ടോ എന്ന് ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ കുമ്പസാരം, സത്യകുമ്പസാരം നടത്തി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അത് വലിയ ഭാഗ്യമാണ്. അവനവൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് ദൈവസന്നദ്ധിയിൽ വിലപിച്ച് കരഞ്ഞാൽ, അതിന് പശ്ചാത്തപിച്ചാൽ അത് പരിഹാരം ലഭിക്കും. നിത്യജീവനെ അവകാശമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് സ്തുതി. 3-ാമത്തെ കാര്യം, അവനവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഓർത്ത് ദൈവസന്നദ്ധിയിൽ കരയുന്നവർ ഭാഗ്യവാന്മാർ. അവർക്കതിന് പ്രതിഫലം കിട്ടും, അതിന് ആശ്വാസം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ 2ാമത് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറയട്ടെ. 2-3 കാര്യം ഒരുമിച്ച് ചേർത്ത് പറയുകയാണ്. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, അവിടെ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവം എപ്പോഴാണ് കേൾക്കുന്നത്? നമ്മളൊരു നീതിമാൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ്. ആരാ നീതിമാൻ? നമ്മളാരും നീതിമാന്മാരാണോ? പൂർണ്ണ വിശുദ്ധരാണോ? അല്ലല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് നീതിമാനാകുക? അതിന് മാർഗമാണ് പറയുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം ദൈവസ്ഥനത്തിൻ്റെ കരങ്ങളിലെ ക്രിസ്തുയേശുവിൻ്റെ മുറിഞ്ഞ കരങ്ങളിൽ വലിച്ചു കൊടുക്കുമ്പോൾ, വിശ്വാസത്തോടെ വെച്ചു കൊടുക്കുമ്പോൾ, ആ ദൈവം നമ്മെ പുലർത്തുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവമാണ്. കാരണം അവൻ കഠിന ഹൃദയനല്ല. നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ദൈവമാണ്. ആ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. പക്ഷേ ആ വാക്യത്തിൽ ഒരു കാര്യം ചേർത്ത് പറയുകയാണ്, ദുഷ്ടന്മാർ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്നല്ല അവിടെ പഠിച്ചത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് അവനവൻ്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് പരിശുദ്ധ ദേവാലയത്തിൽ കടന്നു ചെന്ന് മുഴങ്കാൽ മടക്കി ആ കുമ്പസാരക്കൂട്ടിൽ വൈദികൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ദൈവത്തോട്, എൻ്റെ ദൈവമേ, എനിക്ക് ഇന്നതുപോലെ തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റു പറയുമ്പോൾ ആ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് പരിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നീതിമാൻ്റെ അവസ്ഥയിലേക്ക് മാറുകയും, ഒപ്പം തന്നെ അത് മാത്രം പോരട്ടോ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുക്കൽ പോയി കാല് പിടിച്ച് ക്ഷമ ചോദിക്കണം. എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു നീതിമാൻ്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. അങ്ങനെ നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, അപേക്ഷകളെല്ലാം ആ ദൈവസന്നദ്ധിയിൽ സ്തോത്രത്തോടെ അറിയിക്കുകയത്രേ വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ നിലവുകളെ ക്രിസ്തുയേശുവിൽ കാക്കും. പൗലോസ് നമ്മോട് പറയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ടെൻഷൻ വേണ്ട, ടെൻഷൻ കൂട്ടിയിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, ആ യാചനകൾ എല്ലാം ആ പ്രാർത്ഥനയാലും അപേക്ഷയാലും വിശ്വാസത്തോടെ, നിരാശയോടെ അല്ല, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധന്മാരുടെ മധ്യസഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവം അതിനെല്ലാം ഒരു പരിഹാരം നൽകും. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഉടൻ തന്നെ മറുപടി കിട്ടണമെന്നില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നറിയുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അത് മരിച്ചുപോയ ദൈവമല്ല, ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി നൽകും, ഇന്നല്ലെങ്കിൽ നാളെ. അല്ലെങ്കിൽ പോലും ഇപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ മരിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് നിത്യരാജ്യം എത്തിച്ചേരുവാൻ സാധിക്കുമല്ലോ എന്നുള്ളതായ ആ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ വചനം കേട്ടുകൊണ്ട് എത്രയോ ആളുകളാണ് ഇപ്പോഴും ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു എങ്കിൽ പോലും യേശുക്രിസ്തുവിൽ, ദൈവത്തിൽ ഒരു വിശ്വാസവുമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ നമ്മൾ വചനം കേൾക്കുന്നവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്, യേശുക്രിസ്തു ദൈവപുത്രനാണ് തിരിച്ചറിഞ്ഞവരാണ്. ആ ദൈവത്തോട് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ദൈവം കേൾക്കും എന്നുള്ളത് ആ വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തു പറഞ്ഞതായ ആ വേദഭാഗം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഒന്നാമതായി, ലോകത്തിൽ പാപം പെരുകുന്ന കാണുമ്പോൾ അത് കണ്ട് നമ്മൾ ദൈവത്തിനെ നിലവിളിക്കണം, പ്രാർത്ഥിക്കണം. അതോട് ചേർന്ന് എല്ലാവരും ഈ അധർമ്മത്തിൽ നിന്നും, അനീതിയിൽ നിന്നും, നിരീശ്വരവാദത്തിൽ രക്ഷപ്പെടുവാനായിട്ട് എല്ലാവരിലേക്കും സുവിശേഷം എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ, കാര്യപരിപാടികൾ, നമ്മളതിന് വില കൊടുക്കണം, നമ്മളതിനു വേണ്ടി യത്നിക്കണം. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. രണ്ടാമതായി, അവനവൻ്റെ തെറ്റുകളെ ഓർത്ത് അനുതാപത്തോടെ ദൈവസന്നദ്ധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. മൂന്നാമതായി, അവനവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളുമെല്ലാം ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിരാശയില്ലാതെ വിശ്വാസത്തോടെ നമ്മൾ എല്ലാം സമർപ്പിക്കണം. എന്തിനാണ് നിരാശപ്പെടേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഒരു നന്മയും നമുക്ക് ദൈവം തരാതിരുന്നിട്ടുണ്ട്. ഇത്രയും കാലമായിട്ടും എത്രയോ നന്മകളാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നത്. ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ഇനി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുവാനായിട്ട് ദൈവം കൃപ തന്നില്ലേ? അതിലെല്ലാം ഉപരിയായി ദൈവത്തെ അറിയുവാനും, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും, വായിക്കുവാനും, വിശ്വാസം വരുവാനുമുള്ളതായ ഒരു വലിയ കൃപ ദൈവം തമ്പുരാൻ തന്നില്ലേ? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, നിരാശയില്ലാതെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. ഇനി നമുക്ക് നിരാശ വേണ്ട, ടെൻഷൻ വേണ്ട പ്രിയപ്പെട്ടവരെ. മറിച്ച് നമ്മുടെ നാവിൽ യേശുവിൻ്റെ നാമം ഉയരട്ടെ, നമ്മുടെ ചെവികളിൽ യേശു സ്വരം മുഴങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ കണ്ണിൽ യേശുവിൻ്റെ രൂപം ഉണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ കണ്ണുകൊണ്ട് കാണണം. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ പ്രതിയുള്ളതായ സ്നേഹം നിറയട്ടെ. നമുക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളുമെല്ലാം കർത്താവിനെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാലെന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം. പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ തൊട്ടു മുമ്പിൽ യേശു തമ്പുരാൻ നിൽക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ അകക്കണ്ണുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുമോ? ഇതാ അവൻ്റെ ആണിപ്പഴുതുള്ള കരം നിൻ്റെ മേൽ അവൻ നീട്ടിയിരിക്കുകയാണ്. നിൻ്റെ കാതിൽ അവൻ സ്വരം മുഴങ്ങുന്നുണ്ടോ? സഖായിയെ പേര് ചൊല്ലി വിളിച്ചവനായ, മറിയെ പേര് ചൊല്ലി വിളിച്ചവനായ ആ യേശു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. മോനെ, എൻ്റെ പ്രിയപ്പെട്ട മോളെ, നിൻ്റെ സങ്കടം എന്താ? നിൻ്റെ ഭാരം എന്താ? അവൻ ചോദിക്കുക. നമുക്ക് പറയാം, എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് ഇന്നതുപോലെ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിൽ ചില സമാധാനക്കുറവുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ചില പ്രശ്നങ്ങളുണ്ട് കർത്താവേ, സഹായിക്കണമേ. ഇതാ അവൻ്റെ ആണിപ്പഴുതുള്ള കാര്യം അവൻ നീട്ടുകയാണ്. അവൻ നമ്മെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ നമ്മെ ഉമ്മ വയ്ക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ അടുക്കലേക്ക് നീ എഴുന്നള്ളി ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. നിൻ്റെ ആണിപ്പഴുതുള്ള കരം നീട്ടി അവരെ ആശ്ലേഷിക്കണമേ, ചുംബിക്കണമേ. ദൈവമേ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കണമേ. അവരുടെ കണ്ണുനീരിനെ അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അനീതിയിലും അക്രമത്തിലും മുഴുകിയിരിക്കുന്ന നിരീശ്വരവാദമുള്ള എല്ലാവരും വരുന്ന ആളുകളിൽ സുവിശേഷം കേട്ട് ദൈവത്തെ അറിയുന്നവരായി ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാൻ ഇടയമാകുമാറാകണമേ. ഈ ധ്യാനകേന്ദ്രത്തിന് എല്ലാ ശുശ്രൂഷകളും അങ്ങ് മാനിക്കണമേ. അനേകം ആളുകൾ ധ്യാനം കൂടുവാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ മാറിപ്പോകണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സർവശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർഗമോൻ കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനത്തിൽ അതിശ്രേഷ്ഠമായ ദൂത് നൽകിയ ബഹുമാനപ്പെട്ട ബാബു പാലക്കുന്നേലച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൻ്റെ ഒരു വലിയ അഗ്നി, അതേ സുവിശേഷ അഗ്നി അച്ഛൻ്റെ ഉള്ളിൽ കത്തുന്നുണ്ട്. ദൈവം പ്രത്യേകമായ കൃപാവരങ്ങൾ കൊണ്ട് അച്ഛനെ നിറച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:4, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദൈവമക്കളെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ അനേക മക്കൾക്ക് ആശ്വാസം ലഭിക്കുവാൻ, വിവിധ ദുഃഖങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന മക്കളെ തമ്പുരാൻ തൊടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, ഹല്ലേലൂയ, സ്വന്തം പാപങ്ങളെ ഓർത്ത് കരയുവാൻ, നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങളെ ഓർത്ത് കരയുവാൻ ഇന്നത്തെ തിരുവചനത്തിലൂടെ അതിശക്തമായ ദൂത് നമുക്ക് ലഭിച്ചു.
ആശ്വസിപ്പിക്കുന്ന ദൈവം കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മുടെ കണ്ണുനീരൊപ്പി തമ്പുരാൻ്റെ ഉള്ളം കരത്തിൽ നമ്മെ വഹിക്കുന്ന ആ അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ ഇന്നത്തെ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. നമുക്ക് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദിയോടെ 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 ദൈവത്തെ സ്തുതിക്കാം. യേശുവേ, എഴുന്നേറ്റ് നിൽക്കുമ്പോഴെല്ലാം അതിശക്തമായി അങ്ങയുടെ വചനം പറയുവാൻ, ഹല്ലേലൂയ, അഗ്നി അഭിഷേകത്തോടെ പറയുവാൻ അവിടുന്ന് തുടർന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാമത്തിൽ വളരെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് അച്ഛന് വേണ്ടി, ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി, അച്ഛൻ്റെ ഭവനത്തിന് വേണ്ടി, അച്ഛൻ ശുശ്രൂഷിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് പരിശുദ്ധ സഭയെ സമർപ്പിക്കാം. ദൈവമേ, സഭയോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവിന് വേണ്ടി, ശ്രേഷ്ഠ പിതാവിന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യത്തിൽ ശ്രേഷ്ഠ പിതാവിനോട് കൂടിയിരുന്ന അവിടുന്ന് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. അഭിനന്ദന എല്ലാ പിതാക്കന്മാരെയും സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സുവിശേഷകരെയും ആത്മീയ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് ധ്യാനകേന്ദ്രങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നയിക്കുന്നവരെല്ലാം ആത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകത്തോടെ ആയിരിക്കുവാൻ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സഭയോട് കരുണ തോന്നണമേ. സഭയ്ക്ക് വേണ്ടി ഒരു പുതിയ നിയമം നിർമ്മിച്ചു കിട്ടുവാൻ ഗവൺമെൻറ്റിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, കരുണ തോന്നണമേ. അനേക മക്കൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് കണ്ട് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം അവിടുന്ന് സാധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങൾ ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ, ഇനിയൊന്നും നഷ്ടപ്പെട്ടു പോകാതെ ശാന്തിയും സമാധാനം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, ധ്യാനകേന്ദ്രത്തിനായി നന്ദി പറയുന്നു. ദാനമായി തന്ന മകനെ നിത്യശാന്തി നൽകണമേ. ഭവനത്തെ തലമുറ തലമുറയായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ ആലയത്തിലും ധ്യാനം കൂടിപ്പോയ മക്കളെല്ലാം വിശുദ്ധിയിൽ നിലനിൽക്കാൻ അതിതീക്ഷ്ണമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാൻ, സുവിശേഷകരായി തീരാൻ ഞങ്ങൾ കൊതിയോടെ പ്രാർത്ഥിക്കുകയാണ്. താമസിച്ചുള്ള ധ്യാനത്തെ സമർപ്പിക്കുന്നു. ദൈവമേ, 4 ദിക്കിൽ നിന്നും ദിക്കുകളുടെ കെട്ടുകൾ അഴിച്ച്, ഭവനങ്ങളുടെ കെട്ടുകൾ അഴിച്ച്, വ്യക്തികളുടെ കെട്ടുകൾ അഴിച്ച് മക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ. ശനിയാഴ്ച ഓഫ്ലൈൻ ധ്യാനം ദൈവമേ, അനേകരുടെ ഉള്ളിൽ പിതാവായ ദൈവമേ അവിടുന്ന് ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരുണ തോന്നണമേ. ഓൺലൈൻ ധ്യാനങ്ങളെല്ലാം സമർപ്പിക്കുകയാണ്. തിരുവനാഗ്നി ധ്യാനത്തെ സമർപ്പിക്കുന്നു. ഗൂഗിൾ മീറ്റ് ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, ധ്യാനം എല്ലാം അപ്പൻ്റെ കരങ്ങളിൽ വെച്ച് തരുന്നു. എല്ലാ ശുശ്രൂഷകളും ആത്മാക്കളെ കൊയ്തെടുക്കുന്ന സ്വർഗത്തിലെ ശുശ്രൂഷകളാക്കി അവിടുന്ന്, ഹല്ലേലൂയ, അവിടുന്ന് മാത്രം നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ യേശുവേ, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന, കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഹല്ലേലൂയ, വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, മക്കളില്ലാത്തവർ, വിവാഹപ്രായമായിട്ടും വിവാഹം കഴിയാത്തവർ, ഹല്ലേലൂയ, കടഭാരത്താൽ വലയുന്ന മക്കൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, IELTS എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന മക്കൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരുവാനും പഠിക്കുവാനും അപ്പാ കരുണ തോന്നണമേ. വിദേശത്ത് ജോലി ചെയ്യുന്ന സകല മക്കളെയും സമർപ്പിക്കുന്നു. വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സകല വിഷയങ്ങളും ഞങ്ങൾ കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ട സാലി ചേച്ചി, പൗലോസ് സാലി ദമ്പതികളാണ് ഇന്നത്തെ നമ്മുടെ തിരുവനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ മകൾക്കൊരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗമുണ്ട്. ഒരു വീട് വേണം. സ്ഥലവും കിടപ്പാടവും എല്ലാം വിറ്റു ഒരു പുതിയ വീട് പണിയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഒരു വീടിന് വേണ്ടി ഓടി നടക്കുന്നു. എത്രയും വേഗം
ദൈവമേ, അവരുടെ കയ്യിലുള്ള ആ സാമ്പത്തിക കാര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു വീട് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിലമർന്ന 2 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആ മകൾ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ സജീവമാണ്. ദൈവമേ, മലം പോകുന്നത് വയറ്റിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ്, ഒരു ബാഗ് വയറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ഈ സഹനങ്ങളുടെ നടുവിലും അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി ആ മകളുടെ മകന് തക്ക തുണയെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം കഴിയാത്തത് വലിയ വേദനയായിരിക്കുകയാണ്. തക്ക തുണയെ നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് 11:24 വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിരിക്കുന്ന സകല മക്കളെയും ഞങ്ങൾ വലിയ വിശ്വാസത്തോടെ അപ്പൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന വേദന അനുഭവിക്കുന്ന രോഗികളായിരിക്കുന്ന വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ എല്ലാം യേശുവേ അത്ഭുത കരം നീട്ടി ആശ്വസിപ്പിക്കുന്ന കരം നീട്ടി ഹല്ലേലൂയ എന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദുഃഖങ്ങൾ അകറ്റി കണ്ണുനീരുകൾ ഒപ്പിക്കളഞ്ഞ് അങ്ങയുടെ അടിപ്പിടലിലെ സൗഖ്യശക്തി നൽകിക്കൊണ്ട് ഹല്ലേലൂയ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, എല്ലാറ്റിലും ഉപരി തിരുരക്തം കൊണ്ട് മക്കളെ കഴുകി സ്വർഗത്തിൻ്റെ മക്കളായി വിശുദ്ധിയോടെ ജീവിക്കുവാൻ അപ്പാ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ. ഇന്ന് വരെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, മകളോട് ഹല്ലേലൂയ, സാലി പൗലോസ് സാലി ദമ്പതികളോട് ആ കുടുംബത്തോട് കരുണയായിരിക്കണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സകലവും കാൽവരി ക്രൂശിന്റെ വീട്ടിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മേ മാതാവേ, സകല വിശുദ്ധരെ മധ്യസ്ഥം വഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്ന് വചനം കേട്ട ദൈവമക്കളോടുകൂടെ നമ്മുടെ കുടുംബങ്ങളോടുകൂടെ നമ്മുടെ സഭയോടുകൂടെ ധ്യാനകേന്ദ്രത്തോടുകൂടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.